പ്രിയപ്പെട്ടവരെ, തുലാക്കൂറുകാർക്ക് 2026 വിഷുഫലം എപ്രകാരമായിരിക്കും എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. ചിത്തിര അവസാനത്തെ അരഭാഗം, ചോതി വിശാഖത്തിൽ മുക്കാൽ ഭാഗം ഇവ ചേർന്നിട്ടുള്ളതാണ് തുലാക്കൂർ എന്ന് പറയുന്നത്. 2026 ഏപ്രിൽ മാസം 14-ാം തീയതി, അതായത് 1201 മേടമാസം 1-ാം തീയതി ഉദയാൽപരം 8 നാഴിക 8 വിനാഴികയ്ക്ക്, അതായത് പകൽ 9:32 ചതയം നക്ഷത്രം അതിൻ്റെ 3-ാമത്തെ പാദത്തിൽ മേടരവി സംക്രമം നടക്കുകയാണ്. ഈ സംക്രമഫലം തുലാക്കൂറുകാർക്ക് എപ്രകാരമാണ്, ഇതിൻ്റെ ഗുണവശങ്ങൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങൾ വർദ്ധിപ്പിക്കാൻ എന്തൊക്കെ ചെയ്യണം, ദോഷങ്ങൾ മാറ്റാൻ എന്ത് വഴിപാട് വേണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജ്യോതിഷ കുതുകിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറെ പ്രയോജനം നൽകുന്ന ഒന്നായിരിക്കും ഇന്നത്തെ വീഡിയോ. നമസ്കാരം, ഞാൻ RJ അയ്യർ, ഹരിചന്ദന മഠം. തുലാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഭാഗ്യദായകമായിട്ടുള്ള ഒരു കാലയളവാണ്. എങ്കിലും വർഷത്തിൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള സമയത്ത് ചില അനിഷ്ടകാര്യങ്ങളും സംഭവിച്ചേക്കാം. അപ്പോൾ ഭാഗ്യവർദ്ധനവും എന്നാൽ അനിഷ്ടതയും കൂടിച്ചേർന്നിട്ടുള്ള മധ്യമമായിട്ടുള്ള ഒരു ഫലമാണ് നമുക്ക് ഈ വർഷം പ്രദാനം ചെയ്യപ്പെടുക. പ്രധാനമായിട്ടും വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭ്യമാകുന്നതാണ്. എന്നാൽ നാട്ടിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് നേരിയ തടസ്സങ്ങളും ഉണ്ടായി വന്നേക്കാം. വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ദൃശ്യമാകുന്ന കാലയളവാണ്. ഉപരിപഠനത്തിനുള്ള സാധ്യതകളും തെളിഞ്ഞു കിട്ടുന്നതാണ്. തൊഴിലുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന അനിശ്ചിതത്വങ്ങൾ മാറ്റിയെടുക്കുന്നതിന് ഈ കാലയളവ് ഗുണകരമാണ്. പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുവേണ്ടി പഠിക്കാനും ചില ലിസ്റ്റുകളിൽ എത്തിച്ചേരാനും ഒക്കെ ഈ കാലയളവ് ഗുണം ചെയ്യുന്നുണ്ട്. കല്യാണം കുറെ കാലമായിട്ട് നടക്കാതിരിക്കുന്നവർക്ക് പുതിയ ആലോചനകൾ വരാനും അത് വിവാഹത്തിലേക്ക് കലാശിക്കാനും യോഗം കാണുന്നുണ്ട്. സന്താന സൗഭാഗ്യം ഇല്ലാതിരിക്കുന്നവർക്കും ഈ ഒരു കാലയളവ് ഗുണപ്രദമാണ്. ഇഷ്ട വഴിപാടുകളും ചികിത്സകളും ചെയ്ത് സന്താന ഭാഗ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു കാലഘട്ടം കൂടിയായിരിക്കും. കുടുംബ ബന്ധത്തിൽ അനാവശ്യമായ വാക്കുകളുടെ പ്രയോഗം കൊണ്ട് തർക്കങ്ങൾ ഉണ്ടായി വരാനും ചില ബന്ധങ്ങൾ രണ്ട് തട്ടിലേക്ക് മാറിപ്പോകാനും സാധ്യത കാണുന്നുണ്ട്. കുട്ടികളുടെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് മാതാപിതാക്കൾക്ക് നേരിയ വിഷമാവസ്ഥകൾ ഉണ്ടായി വന്നേക്കാം. ഏറ്റെടുത്ത കാര്യങ്ങൾ ഫലപ്രദമായിട്ട് ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ്. ആരോഗ്യത്തിന് പരിഗണന കൊടുക്കുന്ന കാലഘട്ടമായിരിക്കും. ഉറക്കക്കുറവ് ഈ ഒരു കാലയളവിൽ വന്നു ചേരാൻ സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ കൃത്യമായി വീക്ഷിച്ച് കൃത്യമായ ഉറക്കം നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന തരത്തിൽ കൊടുക്കാൻ നാം തയ്യാറാകേണ്ടതാണ്. സർക്കാരിൽ നിന്നോ മറ്റ് സംഘടനകളിൽ നിന്നോ പുരസ്കാരങ്ങളും മറ്റ് പ്രശംസാപത്രങ്ങളും ലഭ്യമാകാൻ സാധ്യതയുണ്ട്. കഴിവ് പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് മുന്നിലേക്ക് തെളിയുന്നത്. ശത്രുക്കളെ നേരിൽ കണ്ടുമുട്ടാനും അവരുടെ ദുഷ്പ്രവൃത്തികളെ തടയിടാനും സാധിക്കുന്നതാണ്. ദീർഘകാലമായിട്ട് കരുതിയിരുന്ന സ്ഥലങ്ങളിലേക്ക് യാത്ര പോകാൻ ഇക്കൊല്ലം സാധിക്കുന്നതാണ്. ആരോഗ്യവർദ്ധനവിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് പോലുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ്. മനക്ലേശം ഉണ്ടായി വരാം, പക്ഷേ സമചിത്തതയോടുകൂടിയുള്ള ഇടപെടൽ മൂലം അതിന്റെ തീഷ്ണത കുറച്ചെടുക്കാൻ കഴിയുന്നതാണ്. വ്യക്തിബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുന്ന തരത്തിലുള്ള പെരുമാറ്റം നമ്മുടെ പക്ഷത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സ്വർണ്ണാഭരണം, വിലപ്പെട്ട വസ്തുക്കൾ കുറച്ചുകൂടി സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ മോഷണം പോകാനോ കളഞ്ഞു പോകാനോ സാധ്യത കാണുന്നുണ്ട്. അയൽവാസികളുമായിട്ട് ഉണ്ടായിരുന്ന തർക്കത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുന്നതാണ്. സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ദീർഘദൂരത്തേക്ക് ട്രാൻസ്ഫർ മേടിക്കുകയോ അല്ലെങ്കിൽ ദീർഘദൂരത്ത് നിന്ന് നാട്ടിലേക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുകയോ ചെയ്യുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരുന്നതാണ്. ക്ഷേത്ര ദർശനം നടത്താനും അതിലൂടെ പുണ്യം നേടിയെടുക്കാനും കഴിയുന്നതാണ്. വളരെ വില കുറഞ്ഞ ചിന്തകൾ മനസ്സിൽ സൂക്ഷിക്കുന്നവരുമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ മൂല്യത്തെ കുറയ്ക്കുന്നതാകയാൽ നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിലും ബന്ധുബന്ധങ്ങളിലും കുറച്ചുകൂടി ശ്രദ്ധ പുലർത്തേണ്ടതാണ്. എഴുത്തുകാർക്കും കലാകാരന്മാർക്കും കാലം അനുകൂലമായിരിക്കും. 2026 തുടങ്ങി 2027 തീരുന്ന നമ്മുടെ പൊതുഫലങ്ങളെ കുറിച്ചാണ് ഇന്ന് സൂചിപ്പിച്ചത്. ഇതിൻ്റെ ഗുണങ്ങൾ വർദ്ധിച്ചു വരാനും ദോഷങ്ങൾ കുറച്ചു കൊണ്ടുവരാനും ചില പരിഹാര നിർദ്ദേശങ്ങൾ കൂടി നൽകാവുന്നതാണ്. അതിനു മുമ്പ് ഈ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. മാത്രമല്ല നിത്യവും രാവിലെ ഒട്ടേറെ ഹൈന്ദവ ആചാര ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭ്യമാകുന്നതുമാണ്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നതാണ്.
1 മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴേ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യുക. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക. എങ്കിൽ മാത്രമായിരിക്കും പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ റെക്കമെൻഡേഷൻ നിങ്ങൾക്ക് ലഭ്യമാവുക. അങ്ങനെ കിട്ടിയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുക്കാൻ കഴിയുക. അപ്പോൾ അതുകൂടി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ പരിഹാര കാര്യങ്ങളിലേക്ക് വരാം. ശിവക്ഷേത്രത്തിൽ 18 കൂവളത്തിലകൾ കൊണ്ട് വില്വാഷ്ടക പുഷ്പാഞ്ജലി പ്രദോഷം തോറും നടത്തുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച തോറും നടത്തുക. ഹനുമാൻ ക്ഷേത്രത്തിൽ സിന്ദൂരവും അവലും സമർപ്പിക്കുക. പാശുപത യന്ത്രം എന്നറിയപ്പെടുന്ന ഏലസ് തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക. ഗണപതിക്ക് കർഗമാല ചാർത്തുകയും നാളികേരം ഉടയ്ക്കുകയും ചെയ്യുക. ഇത് ചതുർത്ഥി തോറും ചെയ്യേണ്ട കാര്യമാണ്. മുരുകക്ഷേത്രത്തിൽ അഷ്ടോത്തര പുഷ്പാഞ്ജലി ഷഷ്ടി തോറും നടത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടം വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.